ഡിയേഴ്സ് വെൽക്കം ബാക്ക്. ഇന്ന് ഒരു പുഡിംഗ് ആണ് തയ്യാറാക്കുന്നത്, റോസ് മിൽക്ക് പുഡിംഗ്. ഇപ്പോൾ ചൂട് കാലമൊക്കെ അല്ലേ, നല്ല തണുത്ത ഐറ്റംസ് ഒക്കെ കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ പുഡിംഗ് ഇഷ്ടമുള്ളവർക്ക് ഇതൊരു നല്ല ഓപ്ഷനാണ്. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്ന റോസ് മിൽക്ക് പുഡിംഗ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്ന റോസ് മിൽക്ക് പുഡിംഗ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ? റോസ് മിൽക്ക് പുഡിംഗ് തയ്യാറാക്കാൻ ആദ്യം ഇതുപോലെ ഉള്ളൊരു ഗ്ലാസ് ബൗളിലാണ് ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ആദ്യം റെഡിയാക്കി എടുക്കുക. ശേഷം അതിനുവേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് ആയ 1/2 ലിറ്റർ പാല്, പ്ലെയിൻ ചൈന ഗ്രാസ് 10 ഗ്രാം, 1/2 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, റോസ് മിൽക്ക് എസൻസ്. ആദ്യം 10 ഗ്രാം ചൈന ഗ്രാസ് 1 കപ്പ് വെള്ളത്തിൽ ഒന്ന് കുതിരാൻ മാറ്റിവെക്കാം. ഇതുപോലെ ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുത്താൽ വേഗം കുതിർന്ന്. ചൈന ഗ്രാസ് കുതിർന്നതിന് ശേഷം ഇനി ഇത് മെൽറ്റ് ചെയ്തെടുക്കാം. ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ 1/2 ലിറ്റർ പാലും നമുക്ക് ചൂടാക്കിയെടുക്കാം. പാല് തിളപ്പിക്കാൻ പാടില്ല. ചൈന ഗ്രാസിൻ്റെയും പാലിൻ്റെയും ചൂട് ഒരേ ടെമ്പറേച്ചർ ആയിരിക്കണം. പാലിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. 1/2 കപ്പ് പഞ്ചസാരയ്ക്ക് പകരം 1 കപ്പ് ഫുള്ളായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കാവുന്നതാണ്. അല്ലെങ്കിൽ 1 കപ്പ് പഞ്ചസാര മുഴുവനായിട്ടും ചേർക്കാം, കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിവാക്കുക. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും നന്നായി മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് റോസ് മിൽക്കിൻ്റെ എസൻസ് ചേർക്കാം. 2 to 3 ഡ്രോപ്സ് വരെ നമുക്ക് ചേർക്കാവുന്നതാണ്. കൂടിപ്പോയാൽ അതിന് ഭയങ്കര ഒരു കുത്തലുണ്ടാവും. ഭയങ്കര സ്ട്രോങ് ഫ്ലേവറാണ് ഈ റോസ് മിൽക്ക് എസൻസിന്. അപ്പോൾ അത് നോക്കി ചേർക്കുക. മെൽറ്റ് ചെയ്യാൻ വെച്ച ചൈന ഗ്രാസ് നന്നായി മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാലിലേക്ക് ചേർത്ത് രണ്ടും കൂടെ ഒരേപോലെ മിക്സ് ചെയ്തെടുക്കാം. ചൈന ഗ്രാസ് പാലിലേക്ക് ചേർക്കുമ്പോൾ ചിലപ്പോൾ പിരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പാൽ ചെറിയ ചൂടേ കാണാവുള്ളൂ പാലിന്. മെൽറ്റായ ചൈന ഗ്രാസ് പാലിലേക്ക് ചേർക്കുന്ന സമയത്ത് നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. നന്നായി മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടോടെ തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ട്രേയിലേക്ക് അരിപ്പയിൽ കൂടി അരിച്ച് ഒഴിച്ചെടുക്കാം. മെൽറ്റ് ആകാതെ കിടക്കുന്ന ചൈന ഗ്രാസൊക്കെ ഇങ്ങനെ അരിപ്പയിൽ കൂടി നമുക്ക് മാറ്റിയെടുക്കാം. ഇങ്ങനെ അരിച്ചെടുത്തതിന് ശേഷം ഇതിന് മുകളിൽ ഫോം ചെയ്തിരിക്കുന്ന ബബിൾസ് എല്ലാം ഒരു സ്പൂണും കൊണ്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഇത് സെറ്റായി കിട്ടുമ്പോൾ മുകളിൽ മുഴുവൻ ബബിൾസ് ആയിട്ടിരിക്കും. അതൊരു ഭംഗിയില്ല കാണാനായിട്ട്. ചൂടൊന്ന് ആറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ അത് സെറ്റായി കിട്ടിക്കോളും. മീഡിയം സെറ്റായി കഴിയുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ മുകളിലായിട്ട് പിസ്താഷ്യൂവും കാഷ്നട്ടും ഒക്കെ ചോപ്പ് ചെയ്തത് ചേർക്കാവുന്നതാണ്. ഇത് ഓപ്ഷനിലാണ്, താല്പര്യമുള്ളവർക്ക് മാത്രം ചേർക്കാവുന്നതാണ്. 30 to 35 മിനിറ്റ്സ് ഒക്കെ ആകുമ്പം നോർമലി ഇത് സെറ്റായി കിട്ടുന്നതാണ്. അങ്ങനെ നമ്മുടെ റോസ് മിൽക്ക് പുഡിംഗ് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ കട്ട് ചെയ്ത് പുഡിങ്ങൊക്കെ നമുക്ക് നിമിഷ നേരം കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്ന ഒരു ഡെസേർട്ട് ഐറ്റമാണ്. അതുകൊണ്ട് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുഡിംഗ് ഇഷ്ടമുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.